Hi, hello all, welcome to my YouTube channel. The last chapter 13 of Epiphanes text, അതിനകത്ത് ഇസഡോറ ഡങ്കൻ്റെ ദ ഡാൻസർ ഓഫ് ദ ഫ്യൂച്ചർ എന്നുള്ള ആ ഒരു എസ്സെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇസഡോറ ഡങ്കൻ എന്ന് പറയുന്നത് അവരുടെ ഒറിജിനൽ നെയിം ഏഞ്ചല ഡങ്കൻ എന്നാണ്. US-ലാണ് ജനിച്ചതൊക്കെ. ഫ്രാൻസിലാണ് അവർ മരിച്ചത് കേട്ടോ. 1927 മരിച്ചത്. ആൻഡ് ഷി വാസ് എൻ അമേരിക്കൻ ഡാൻസർ ആൻഡ് എ കൊറിയോഗ്രാഫർ. പിന്നെ മോസ്റ്റ് ഓഫ് ആ പ്രൊഫഷണൽ ലൈഫ് അവർ സ്പെൻഡ് ചെയ്തത് യൂറോപ്പിലായിരുന്നു. ഒരുപാട് റെപ്യൂട്ടേഷൻ കിട്ടിയതുമെല്ലാം യൂറോപ്യൻ സ്റ്റേജിൽ നിന്നായിരുന്നു. ആൻഡ് സോളോ ഡാൻസറായിട്ടാണ് അവർ പെർഫോമൻസ് കൂടുതൽ നടത്തിയിട്ടുണ്ടെങ്കിലും ആൻഡ് കുട്ടികളുടെ കൂടെയും ഇവർ ഒരുപാട് ഡാൻസസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1904 ഇവരുടേതായിട്ടൊരു ഡാൻസ് സ്കൂളൊക്കെ സെറ്റപ്പ് ചെയ്തു. ആൻഡ് ഇവരുടെ വർക്ക്സ് എന്ന് പറയുന്നത് അതായത് ഏകദേശം 20 വർഷത്തോളം 2 decades എടുത്തു. അവരിതുപോലെ ഒരുപാട് കൺട്രീസ് വിസിറ്റ് ചെയ്തു, ഒരുപാട് സ്റ്റേജസിൽ പോയി ഡാൻസ് കളിച്ചു, പെർഫോം ചെയ്തു. ആൻഡ് അവരുടെ ആ ഒരു ഡാൻസ് ഫോംസിന്റെ കാര്യമൊക്കെ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡങ്കൻ യൂറോപ്പിലും അതുപോലെ തന്നെ യൂറോപ്പിലുള്ള മേജർ സിറ്റീസിലാണ് ഓൾമോസ്റ്റ് എല്ലാ സിറ്റീസിലും ഇവർ പെർഫോം ചെയ്തിട്ടുണ്ട്. പാരീസ്, ലണ്ടൻ, അതുപോലെ തന്നെ വേൾഡിലെല്ലാം ഇവർ പോയി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ USA-യിൽ വന്നതെന്ന് വെച്ചാൽ 1922 ആ ഒരു സ്റ്റേജൊക്കെ ആയപ്പോഴത്തേക്കും USA-യിൽ വന്നെങ്കിലും ഇവർക്ക് കൂടുതലായിട്ട് ആ ഒരു സമയത്ത് വെൽ റിസീവ്ഡ് ആയിരുന്നില്ല. പക്ഷേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റെപ്യൂട്ടേഷൻ അത്രയും ഫേമസ് ആയിരുന്നില്ല ആ ഒരു സമയത്ത്. 1917 ശേഷമാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയൊക്കെ ഫേമസ് ആയി തുടങ്ങിയത് ഇവർ. ആൻഡ് ഒരുപാട് മേജർ ആർട്ടിസ്റ്റുകൾ ഇവരെ കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു പെർഫോമൻസിലും പേഴ്സണൽ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് റിലേഷൻഷിപ്പിലൊക്കെ ഇവർ നല്ല എക്സൽ ചെയ്തിരുന്ന ടൈമായിരുന്നു ആ ടൈം. ആൻഡ് മോസ്കോയിൽ ലെനിനൊക്കെ ഇവരെ ഒരു സ്കൂളിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി. ഒരു സോവിയറ്റ് സിറ്റിസണായിട്ട് മാറി അവർ അതുകൊണ്ട് തന്നെ. പക്ഷേ പാരീസിൽ 1927 പോയി. ലാസ്റ്റ് കൺസേർട്ട് ഇവർ നടത്തിയത് 49 years ഓഫ് ഓൾഡ് ഏജ് ആയിരുന്ന സമയത്താണ്. ഒരു കാർ ആക്സിഡന്റിലാണ് പുള്ളിക്കാരി മരിച്ചത്. അവരുടെ ഓട്ടോബയോഗ്രഫിയുടെ പേര് മൈ ലൈഫ് എന്നാണ്. 1927 പബ്ലിഷ് ചെയ്തത്. ഓക്കെ. ആൻഡ് അവരുടെ ക്രിയേറ്റിവിറ്റി ആണെങ്കിലും സ്റ്റേജിങ് എന്നൊക്കെ പറയുന്ന ഭയങ്കര അതായത് ഇന്നോവേറ്റീവ് ആയിരുന്നു, കുറച്ച് റെവല്യൂഷണറി ആയിരുന്നു. ആൻഡ് ഫ്രീഡം ആ ഒരു കോൺസെപ്റ്റിലാണ് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ ഇത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസിക്കൽ ബാലെ ഡാൻസസ് ഉണ്ടല്ലോ, അത് ഇവർ കുട്ടിയായിരുന്ന സമയത്തെ അതിൻ്റെ ആ ഒരു റിജിഡിറ്റി ഇവർ റിജക്റ്റ് ചെയ്തിരുന്നു. കാരണം നാച്ചുറൽ റിതം, അതായത് ഓരോ ഡാൻസ് ഫോംസിനും അതിൻ്റെതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. ആൻഡ് വി മസ്റ്റ് ഫോളോ ദാറ്റ് അല്ലേ. അപ്പം ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അപ്പം വരുമ്പോഴത്തേക്കും നമ്മളൊരു റിജിഡായിട്ട് മാറും. അപ്പം നമ്മുടെ മൂവ്മെൻറ്റ്സ് ആണെങ്കിലും നമ്മുടെ ഡാൻസ് മൂവ്മെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ആണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി റെസ്ട്രിക്റ്റഡ് ആവും, കുറച്ചും കൂടി ആർട്ടിഫിഷ്യാലിറ്റി തോന്നുമെന്ന് പറയും. സോ അവർക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ള റിതംസിനോടാണ് താല്പര്യം, ഡാൻസ് ചെയ്യാൻ താല്പര്യം. അപ്പോൾ അവരുടെ ഓട്ടോബയോഗ്രഫിക്കകത്തും അവരത് പറയുന്നുണ്ട്. ഡാൻസിൽ അവർ കൂടുതലും ഇന്നോവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഡാൻസിനെ ഒരു സെക്യൂർഡ് ഫോം ഓഫ് ആർട്ട് ഫോം ആക്കി മാറ്റാൻ ഇവർ കൂടുതൽ ശ്രമിച്ചു. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ടെക്നിക്കൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇവർ റിജക്ട് ചെയ്തിരുന്ന കാര്യമാണ്. അവർക്ക് ആ ഒരു ഗ്രേസിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ചിലർ ഡാൻസ് കളിക്കുമ്പോൾ ഒരു ഗ്രേസ് കാണുമല്ലോ, പക്ഷെ ചിലർ ഡാൻസ് കളിക്കുമ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യാലിറ്റി പിൻ പോയിന്റ് ചെയ്ത് പറയാൻ ചെയ്യാം. അപ്പോൾ അവർ ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റിക്കെതിരെയാണ് ലിബറേറ്റ് ചെയ്തത് ഡാൻസ് ഫോമിനെ. ആൻഡ് ഈ റിജിഡ് ആയിട്ടുള്ള റൂൾസ് അല്ലെങ്കിൽ ഫോർമുലാസിൽ നിന്നൊക്കെ ഇവർ അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇവർ സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് പറഞ്ഞത് ആർട്ട് ഫോമിനെ അല്ലെങ്കിൽ ഡാൻസ് ഫോമിനെ ഇവർ റെവല്യൂഷണറി ആക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഈ ഡാൻസ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇവരുടെ വർക്കായിട്ടുള്ള ദ ആർട്ട് ഓഫ് ദി ഡാൻസ് എന്നുള്ള വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. 1902 അത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത്. എഴുതിയത് 1902 ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത് 1928 അപ്പോൾ അതിനകത്ത് എക്സാമിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡാൻസറിന്റെ പൊസിഷൻ എന്താണ്. ആൻഡ് അതുപോലെ തന്നെ ആ ഒരു ടൈമിലുള്ള ബാലെ ഡാൻസുകൾക്കൊന്നും ആ ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഇല്ല, അല്ലെങ്കിൽ ബാലെ ഡാൻസേഴ്സ് എല്ലാം വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നു ഡാൻസ് ചെയ്യുമ്പോൾ എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് കുറച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ഡ്രീമി സ്റ്റേറ്റിലിരുന്ന് എഴുതിയ പോലെ തോന്നും. ചിലതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരു മോഡേൺ ഡാൻസിനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയും തോന്നും. അപ്പോൾ ഇവരുടെ ടീച്ചിങ് ആണെങ്കിലും പെർഫോമൻസസ് ആണെന്നുണ്ടെങ്കിലും ഈ ബാലെ ഫോമിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അതായത് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ആവശ്യമില്ലാത്ത റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ആർട്ടിഫിഷ്യാലിറ്റി ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഇവർ അതുപോലെ തന്നെ മോഡേൺ ആയിട്ട് എക്സ്പ്രസീവ് ഡാൻസിനാണ് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഡാൻസ് ചെയ്യുമ്പോൾ എക്സ്പ്രഷൻസ് വരിക, അതായത് എക്സ്പ്രസീവായിട്ട് ഡാൻസ് ചെയ്യുക. എക്സ്പ്രഷൻസ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രസീവായിട്ട് ഡാൻസ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഡാൻസിനെ ഒരു ഫോം ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആക്കി മാറ്റിയതും ഇവർ തന്നെയാണ്. അതായത് ക്രിയേറ്റീവ്
അതായത് ഇന്റർപ്രറ്റേറ്റീവ്, അതായത് ഡാൻസിനെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു രീതിയിലോട്ട് ഇവർ കൊണ്ടുവരാൻ കൂടുതലും മാക്സിമം എന്താ പറയുക അവർ കൂടുതൽ വർക്ക് ഹാർഡ് ചെയ്തു. ആൻഡ് ഒരു വിഷണറി ആയിരുന്നു അവർ. പിന്നെ എന്താണ്, ക്ലാസിക്കൽ ബാലയെ കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആദ്യത്തെ ഡാൻസറാണ് ഇവരെന്ന് പറയുന്നത്. ആ ഒരു ആവശ്യമില്ലാത്ത റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് റിജക്ട് ചെയ്തതും ക്വസ്റ്റ്യൻ ചെയ്തതും ഇവർ തന്നെയാണ്. സോ നമുക്ക് നമ്മുടെ ആ ഒരു എസ്സേയിലോട്ട് പോകാം. അപ്പോൾ ഒരു ക്ലാസിക്കൽ ബാലെ ഡാൻസ് എങ്ങനെ ആയിരിക്കണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നിന്ന് എങ്ങനെ ആ ഒരു റെസ്ട്രിക്ഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നും ആവശ്യമില്ലാത്ത ആർട്ടിഫിഷ്യാലിറ്റി എന്തിനാണെന്നും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു എസ്സേ ആണ്. അപ്പോൾ പറയുവാണ്, ഫസ്റ്റ് പാരഗ്രാഫിലും ആ ഒരു ഫസ്റ്റ് പേജിൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാച്ചുറൽ ഋതത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നേച്ചറിൽ ഋതമുണ്ട്, അതായത് വേവ്സ് ആണെങ്കിലും വിൻഡ് ആണെങ്കിലും എർത്ത് ആണെന്നുണ്ടെങ്കിലും അവർക്കൊരു മൂവ്മെന്റ് ഉണ്ട് അല്ലേ. ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് സെയിം അല്ല, അത് ഒരു സെയിം ആയിട്ടുള്ളൊരു ഹാർമണിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബീച്ചിലാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക, ഓഷ്യൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റുമോ, അതായത് നിന്റെ മൂവ്മെന്റ് പാസ്റ്റിൽ പണ്ട് എങ്ങനെയായിരുന്നു, ഇനി നിന്റെ മൂവ്മെന്റ് ഫ്യൂച്ചറിൽ എങ്ങനെയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എന്താണ്, നേച്ചറിന് അതിൻ്റെതായിട്ടുള്ളൊരു മൂവ്മെന്റ് ഉണ്ട്. ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് എറ്റേണൽ ആണ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് പെർമനന്റ് ആണ്. അപ്പം ഫ്രീ ആനിമൽസ് ആണെങ്കിലും ബേർഡ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഈ ഒരു നേച്ചറിന്റെ മൂവ്മെന്റിനനുസരിച്ചാണ് അവരുടെയും മൂവ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രീ ആനിമൽസിനെ അതായത് ആനിമൽസിനെ നമ്മൾ ഈ റെസ്ട്രിക്റ്റഡ് ആയിട്ട് കേജിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ മൂവ്മെന്റ് ഉണ്ടല്ലോ, നാച്ചുറൽ ആയിട്ടുള്ള അവരുടെ ആ ഒരു ഹാർമണി ഉണ്ടല്ലോ നേച്ചറുമായിട്ടുള്ള, അതങ്ങ് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ റെസ്ട്രിക്ഷൻസിനനുസരിച്ചായിരിക്കും പിന്നീട് അവരുടെ മൂവ്മെന്റ് ഹാപ്പൻ ചെയ്യുന്നത്. ആ ഒരു ഹാർമണി നമുക്ക് ബാലൻസ് അങ്ങ് നഷ്ടപ്പെടും. സെക്കൻഡ് പാരഗ്രാഫിനകത്ത് പറയുന്നത് വെച്ചാൽ ഈ സിവിലൈസ്ഡ് മാൻ, നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനെയും ഹാർമണി തെറ്റിക്കുന്ന ആളുകളെന്നാണ് എസ്സേക്കകത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ അവർ സാവേജ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അതായത് ഹ്യൂമൻ ബീങ്സിനെ സാവേജ് എന്നാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാവേജ് എന്ന് വെച്ചാൽ അൺസിവിലൈസ്ഡ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആളുകൾ. നമ്മൾ ഫ്രീഡത്തിൽ നിന്നിട്ട് നമ്മൾ നേച്ചറുമായിട്ട് കോൺസ്റ്റന്റ് ടച്ചിലാണ് ജീവിക്കുന്നത്. നമ്മൾ അൺറെസ്ട്രിക്റ്റഡ് ആയിരുന്നു, അതായത് നമ്മൾ നാച്ചുറലി ബ്യൂട്ടിഫുള്ളി നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലാണ്, നമ്മുടെ ചോയ്സസിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ പക്ഷെ നമ്മളാണ് എല്ലാവരെയും റെസ്ട്രിക്റ്റഡ് ആക്കുന്നത് എന്നാണ് ഇവർ ഇൻഡയറക്ട്ലി സൂചിപ്പിക്കുന്നത്. ആനിമൽസിനെ ആണെങ്കിലും ബേർഡ്സിനെ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനെയും. അതുപോലെ തന്നെ നമ്മുടെ മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ മൂവ്മെന്റ്സ് ഇവർ പറയുന്നത് നേക്കഡ് ബോഡിയിലുള്ള മൂവ്മെന്റ്സ് ആണ് പെർഫെക്റ്റ്ലി നാച്ചുറൽ എന്നാണ് പറയുന്നത്. അതായത് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻസ് നമ്മൾ ജീവിക്കുമല്ലോ, ആ ഒരു അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഉണ്ടല്ലോ നമ്മുടെ, അതായത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള മൂവ്മെന്റ്സ്, അതായത് ജെന്യൂൻ ആയിട്ടുള്ളൊരു ലൈഫാണ് നമുക്ക് മൂവ്മെന്റ്, അല്ലെങ്കിൽ അതിനെയാണ് പെർഫെക്റ്റ്ലി നാച്ചുറൽ എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പം മാൻ സിവിലൈസേഷൻ എൻഡ് എത്തിയപ്പോഴത്തേക്കും അല്ലെങ്കിൽ സിവിലൈസേഷൻ എൻഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ ആ നേക്കഡ്നെസ്സിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ജെന്യൂനിറ്റിയിലോട്ട് നമ്മൾ തിരികെ പോകണം എന്നാണ് പറയുന്നത്. നമ്മളൊരു സാവേജ് ആയിട്ട് മാറണമെന്നോ അല്ലെങ്കിൽ പണ്ടത്തെ ആളുകളുടെ കണക്ക് പ്രിമിറ്റീവായിട്ട് ജീവിക്കണം എന്നല്ല പറയുന്നത്. നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ആ ഒരു മെച്യൂർ മാൻ ആയിട്ടുള്ള രീതിയിൽ നേച്ചറുമായിട്ട് ആ നേച്ചറിന്റെ ആ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള മൂവ്മെന്റിനനുസരിച്ച് നമ്മളൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ആനിമലായിട്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ട് നമ്മൾ മാറുക. അത് ബി വൺ വിത്ത് ദ നേച്ചർ. നേച്ചറിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നതിനനുസരിച്ച് നമ്മൾ നിൽക്കുക, അതാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് മോഡേൺ ആയതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചൊക്കെ നമ്മുടെ ആ ഒരു നേച്ചറുമായിട്ടുള്ളൊരു ഹാർമണി അല്ലെങ്കിൽ ആ ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് നമ്മൾ ലോസ്റ്റ് ആയിട്ടുണ്ട് എന്ന് പറയുവാണ്. ആൻഡ് ഈ അതായത് നമ്മൾ നേച്ചറുമായിട്ട് അങ്ങനെ ഒരു ഒന്നാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ബീയിങ് ആയി നമ്മൾ മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താവും, നാച്ചുറലും ബ്യൂട്ടിഫുള്ളും ആവും ആനിമൽസിനെ പോലെ. അതായത് ആനിമൽസ് കാട്ടിൽ കിടക്കുന്ന ആനിമൽസ് ഉണ്ടല്ലോ, അവരെ പോലെ നമ്മളും നാച്ചുറൽ ആവും, ജെന്യൂൻ ആവും എന്നാണ് പറയുന്നത്. അതായത് ഒരു കള്ളത്തരവും ഇല്ലാതെ നമ്മളും ആവും. അപ്പോൾ യൂണിവേഴ്സിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ഇപ്പോൾ മൂവ്മെന്റ് ഓഫ് ദ യൂണിവേഴ്സ് കോൺസെൻട്രേറ്റിംഗ് ഇൻ ആൻ ഇൻഡിവിജ്വൽ ബിക്കംസ് വാട്ട് ഈസ് ടേംഡ് ദ വിൽ. അതായത് ഇപ്പം നമ്മൾ ഒരാളുടെ വില്ലെന്ന് പറയുമ്പോൾ എന്താണ്, അയാളുടെ ചോയ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ യൂണിവേഴ്സിന്റെ വില്ലെന്ന് പറയുന്നത് ചിലപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിലുള്ള ഇൻഡിവിജ്വൽസിന്റെ വില്ലെന്ന് പറയുന്നത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഈ എർത്തിന്റെ മൂവ്മെന്റ് ആണെങ്കിലും നമ്മുടെ ഈ നമുക്ക് ചുറ്റിനുമുള്ള ഫോഴ്സസിന്റെ മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിലും പിന്നെന്താണ്, ഈ അതിന് ഓരോന്നിൻ്റെതായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മൂവ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോന്നിൻ്റെതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ഒരു വ്യക്തിത്വം പോലൊരു സംഭവമുണ്ട്.
ഇപ്പോൾ എർത്ത് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നാണെങ്കിൽ അത് അതിൻ്റെ ഇൻഡിവിജ്വാലിറ്റിയാണ്, അത് അതിൻ്റെ മൂവ്മെൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഭൂമിയിൽ താമസിക്കുന്ന ഓരോ മനുഷ്യരുടെ എന്ന് പറയുന്നത്. സോ ക്രീച്ചേഴ്സ് ഓഫ് ദി എർത്ത് ആണെന്നുണ്ടെങ്കിലും എന്താണ്, ഈ ഒരു മൂവ്മെൻറ്റിനനുസരിച്ചാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ റിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും, നമ്മൾ ഭൂമിയായിട്ടുള്ള റിലേഷൻസ് ആണെന്നുണ്ടെങ്കിലും, നമ്മുടെ ആൻസസ്റ്റേഴ്സുമായിട്ടുള്ള റിലേഷൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം എന്താണ്, ഈ ഭൂമിയുടെ മൂവ്മെൻറ്റിനനുസരിച്ചിരിക്കും, എർത്തിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ നേച്ചറിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിരിക്കും. എല്ലാം അതിലാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ മൂവ്മെൻറ്റിൽ മാറ്റം വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാറുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഡാൻസ് എന്ന് പറയുന്നതും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു കൈൻഡ് ഓഫ് ഗ്രാവിറ്റേഷനിലായിരിക്കണം. അതായത് ഒരു ഇൻഡിവിജ്വൽ നാച്ചുറലി ഗ്രാവിറ്റേറ്റ് ചെയ്ത് ഒരു ജെന്യൂനിറ്റി തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കണം ഡാൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെയാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റി, അതായത് യൂണിവേഴ്സിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഡാൻസിനെ. ഇപ്പോൾ ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിന് ഒരു വില്ലുണ്ട്, അയാൾ ആ വില്ലിനനുസരിച്ച് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ജീവിക്കുന്നു. അത് നേച്ചർ അല്ലെങ്കിൽ അയാൾ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ നേച്ചർ തീരുമാനിക്കുന്നു. അത് നേച്ചറിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചായിരിക്കണം എന്നാണ് ഇവരിവിടെ പറയുന്നത്. അതുപോലെ ആയിരിക്കണം ഡാൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു യൂണിവേഴ്സിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെ ആയിരിക്കണം ഡാൻസും. അതായത് നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കണം. ഇപ്പോഴത്തെ ബാലെ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്, ചുമ്മാ യൂസ്ലെസ് ആയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുവാണെന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വലിൻ്റെ വില്ലിനനുസരിച്ചോ അല്ലെങ്കിൽ നാച്ചുറൽ ലോയ്ക്ക് അനുസരിച്ചോ ഒന്നുമല്ല അതിൻ്റെ ഫോമും അതിൻ്റെ മൂവ്മെൻറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റെറൈൽ മൂവ്മെൻ്റ് ആണ്. അതായത് ഒന്നും പുതിയതായിട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഒരു ഫ്യൂച്ചർ മൂവ്മെൻറ്റ്സ് ഒന്നും അവിടെ ഹാപ്പൻ ചെയ്യുന്നില്ല. അത് തുടങ്ങുമ്പോൾ തന്നെ മരിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ഈ ഡാൻസിന് ഒരു ഗ്രേസ്ഫുൾനെസ് കൊണ്ടുവരാൻ വരുന്നില്ല. ഓഡിയൻസിൻ്റെ മൈൻഡിലാണെങ്കിലും അത് ചെയ്യുന്ന ആളുകളുടെ മൈൻഡിലാണെങ്കിലും ഒരു കൈൻഡ് ഓഫ് മിറക്കിൾ ഹാപ്പൻ ചെയ്യുന്നില്ല അതിനകത്ത്. അത് ആൾ ചെയ്യുന്നു, ഓഡിയൻസ് കാണുന്നു, അവിടെ തീരുന്നു. അതാണ് ഡാൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഏത് ഡാൻസ് ഫോമാണ്, ബാലെ ഡാൻസിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ദെൻ മോഡേൺ സ്കൂൾ ഓഫ് ബാലെ എന്ന് പറയുന്നത് എന്താണ്, ഈച്ച് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു എൻഡാണ്. അതായത് നമ്മളിപ്പോൾ കൈ പൊക്കുന്നു, നമ്മൾ കൈ ഉയർത്തുന്നു, നമ്മളിപ്പോൾ കാല് റേസ് ചെയ്യുന്നു, കാല് അവിടെ വെക്കുന്നു. അപ്പോൾ അതെല്ലാം ഓരോ ആക്ഷൻ എന്ന് പറയുന്നത് ഓരോ ഫുൾ സ്റ്റോപ്പിൽ നിൽക്കുവാണ്. അതായത് ഒരു കണ്ടിന്യൂറ്റി ഇല്ല, ഒരു മൂവ്മെൻ്റ് ഇല്ല, ഒരു റിതം ഇല്ല. നമുക്കിപ്പോൾ റിതം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിങ്ങനെ ഒഴുകിയായിരിക്കും ഓരോരുത്തർ ഡാൻസ് കളിക്കുന്നത്. ചിലർ നിർത്തി കളിക്കുന്ന പോലെ നമുക്ക് തോന്നും, അതായത് കാണാതെ പഠിച്ച് കളിക്കുന്നവർക്ക് നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ ആ ഒരു റിതം ഇല്ലെന്നാണ് ഇപ്പോഴത്തെ മോഡേൺ സ്കൂൾ ഓഫ് ബാലേക്ക് ആ റിതം ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. ആ ഒരു മോഡേൺ സ്കൂൾ ഓഫ് ബാലെ, അതുകൊണ്ട് തന്നെ ബാലെ എന്നുള്ള ഡാൻസ് ഫോം ഇപ്പോൾ ഡീജനറേറ്റഡ് ആവുകയാണ് അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആൻഡ് എല്ലാ മോഡേൺ ബാലെ സ്കൂളുകളുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ സ്റ്റെറൈലാണ് അല്ലെങ്കിൽ അൺനാച്ചുറൽ ആണ്. അവരുടെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു കൈൻഡ് ഓഫ് മായാജാലം അല്ലെങ്കിൽ എന്തോ ഒരു കൈൻഡ് ഓഫ് ഡെല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതായത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്തോ ഒരു കൈൻഡ് ഓഫ് ഡെല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് മായാജാലം ക്രിയേറ്റ് ചെയ്യുക. അല്ലാതെ ഒരു സോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ പുതിയ സ്കൂൾ ഓഫ് ഡാൻസ്, ഇനി അതിനെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെ ആയിരിക്കണം പുതിയ സ്കൂൾ ഓഫ് ഡാൻസ്, എങ്ങനെ ആയിരിക്കണം? അതായത് ഈ മോഡേൺ സ്കൂൾ ഓഫ് ബാലെ ഇങ്ങനെയാണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി വരുന്ന സ്കൂൾ ഓഫ് ഡാൻസ് അല്ലെങ്കിൽ ബാലെ എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഉള്ളിൽ നിന്ന് സീഡ്സ് പൊട്ടി വേറെ മൂവ്മെൻറ്റ്സ് അതിനകത്ത് നിന്ന് ഇവോൾവ് ആയിട്ട് വരണം. അതായത് ഒരാൾ ഡാൻസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചൊരു കണ്ടിന്യൂറ്റി വന്ന് അതിനകത്തുനിന്ന് നമുക്ക് പുതിയ പുതിയ ഫോംസ് അല്ലെങ്കിൽ പുതിയ പുതിയ മൂവ്മെൻറ്റ്സ് നമുക്ക് തന്നെ ക്രിയേറ്റ് ആക്കാൻ തോന്നണം എന്നാണ് പറയുന്നത്. കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, ഒരു സീക്വൻസ്, തോട്ട്സ്, ഐഡിയാസൊക്കെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അൺഎൻഡിങ് ആയിട്ടുള്ള തോട്ട്സും ഐഡിയാസും ഒക്കെ നമുക്ക് ആ ഡാൻസ് ഫോമിൽ നിന്ന് കിട്ടണം. പക്ഷേ ഇപ്പോഴത്തെ മൂവ്മെൻറ്റിൽ നമുക്കത് കിട്ടുന്നില്ല. അതെല്ലാം കാരണം ഓരോ ആക്ഷനും ഓരോ ഫുൾ സ്റ്റോപ്പായി മാറുവാണെന്നാണ് പറയുന്നത്. നിർത്തി ചെയ്യുന്ന പോലെ ഇരിക്കുവാണ്. പക്ഷേ ചിലർ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ. ഓക്കെ, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹിസ്റ്റോറിക്കൽ റീസൺ ആയിരിക്കാം, അല്ലെങ്കിൽ കൊറിയോഗ്രാഫിക് റീസൺ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡാൻസർ വന്ന് ഡാൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചുമ്മാതാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കും, ബിക്കോസ് ഹി ഓർ ഷീ ഈസ് അവർ ഫേവറേറ്റ് ഡാൻസർ. അതുപോലെ തന്നെ ബാലെ എന്നുള്ള ഡാൻസ് ഫോം ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കാണിച്ചാലും ചിലപ്പോൾ ഇഷ്ടമാകാം. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തവരാണെന്നുണ്ടെങ്കിൽ അവരും ചുമ്മാ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ശരിക്കും പറഞ്ഞാൽ ചിലരെന്ന് പറയുന്നത് കുറച്ച് പേർക്ക് ചിലപ്പോൾ ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുമായിരിക്കും, ചിലപ്പോൾ ഹിസ്റ്റോറിക്കൽ റീസൺസിലോ അല്ലെങ്കിൽ കൊറിയോഗ്രാഫിക് റീസൺസിലോ ഒക്കെ വെച്ചിട്ട്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള എൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ബാലെ എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെയുള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് ഇതിനകത്തൊരു ഇൻട്രസ്റ്റും ഇല്ലാതെ അല്ലെങ്കിൽ വേറൊന്നും അറിഞ്ഞുകൂടാതെ, ഒരു ചുക്കും ഇല്ല അറിഞ്ഞുകൂടാതെ വെറുതെ ആ ആളെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ആ കൊറിയോഗ്രഫി ഇന്ന ആളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാണുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ അടുത്ത് ഇവർക്ക് പറയാനുള്ളത്, ഇസഡോറ ഡങ്കിന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാലെ എന്ന് വെച്ചാൽ സ്കേർട്ടും അവരിടുന്ന സോക്സും ഷൂസും മാത്രമല്ല.
അവരുടെ ആ ഒരു സ്കേർട്സിൻ്റെ താഴെ അല്ലെങ്കിൽ അവർ ആ ഇടുന്ന ഉടുപ്പിൻ്റെ താഴെ അവർക്കൊരു മസിൽസ് ഉണ്ട്. ആ മസിൽസ് എന്ന് പറയുന്നത് ഡീഫോംഡ് ആണ്. കുറച്ചും കൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോൺസ് ഡീഫോംഡ് ആണ്. കുറച്ചുകൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡീഫോംഡ് സ്കെലട്ടനാണ് നമ്മുടെ മുമ്പിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നത്. ഈ ഒരു ഡീഫോമേഷൻ എന്ന് പറയുന്ന ആ ഇൻകറക്റ്റ് ഡ്രസ്സ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് മൂവ്മെൻറ്റിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡീഫോമേഷൻ ഫീൽ ചെയ്യുന്ന എന്താണ്, അതായത് നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾ ഈ ബാലെ ഡാൻസേഴ്സിൻ്റെ കാല് അവരിടുന്ന ഷൂസൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരുമാതിരി വളഞ്ഞ് ഒടിഞ്ഞ് എന്തോ ഒരു ജീവിയുടെ കാല് പോലെ നമുക്ക് തോന്നുന്നത്. അവരുടെ ഷൂസ് നോക്കിയാലും മതി, അതിനകത്തോട്ട് ഇടിച്ച് കയറ്റണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കാലിങ്ങനെ അവരുടെ കാല് മുറിഞ്ഞാണ് ഇരിക്കുന്നത്. മിക്കവാറുള്ള ബാലെ ഡാൻസേഴ്സൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടാണെന്നൊക്കെയുള്ള. അവർ പറയുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ്, ഇങ്ങനെയുള്ള ഡ്രസ്സിങ്സ് എന്ന് പറയുന്നത് തന്നെ ആ മൂവ്മെൻറ്റിന്, ആ ഒരു ഡാൻസ് ഫോമിന് തന്നെ നാണക്കേടാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ, നമ്മൾ ചുമ്മാ ഇത് കണ്ടുകൊണ്ടിരിക്കുവാണ്. ഇവർ ഡ്രസ്സൊക്കെ അഴിച്ച് ഷൂസൊക്കെ അഴിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് കാലിങ്ങനെ വളച്ച് ഒടിച്ചു വെച്ചേക്കുവാണെന്നും ബോൺസിനും മസിൽസിനും സ്കെലട്ടന് തന്നെ പ്രശ്നമാണെന്നുണ്ടെന്നും ഒക്കെ നമ്മൾ അപ്പോഴാണ് അറിയുന്നത്. കാല് തന്നെ വളഞ്ഞു പോകുന്നുള്ളതൊക്കെ നമ്മൾ അപ്പോഴാണ് അറിയുന്നത്. ഇതൊക്കെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്നാണ്, നെസസറി ആണോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. പിന്നെ ബാലയുടെ ഇപ്പോഴത്തെ ഉള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും ഈ ഷൂസ് ഇടുന്നതാണെന്നുണ്ടെങ്കിലും ഈ വളഞ്ഞുള്ള ഡാൻസ് ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു സ്ത്രീയല്ലേ കളിക്കുന്നത് ഈ ഒരു ബാലെ ഡാൻസ്. ആ സ്ത്രീയുടെ ബ്യൂട്ടിഫുൾ ബോഡി തന്നെയാണ് അത് ഡീഫോം ചെയ്ത് കളയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി നമ്മുടെ ബോഡി തന്നെ നശിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. അതിന് ഒരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ഒരു കൊറിയോഗ്രാഫിക് റീസൺസും ഞാൻ കാണുന്നില്ല എന്നാണ് ഇസഡോറ ഡങ്കൻ ശക്തമായിട്ട് പറയുന്നത്. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്തിനാ ഇങ്ങനെ കടന്ന് കാണിക്കുന്നത്? നമ്മൾ ഈസായിട്ട് നമ്മൾ വളരെയധികം എനർജറ്റിക് ആയിട്ട് ഗ്രേസ്ഫുൾ ആയിട്ട് നമുക്ക് ഡാൻസ് കളിച്ചൂടെ? എന്തിനാണ് കാലും കൈയൊക്കെ വളച്ചൊടിച്ച് നമ്മളിങ്ങനെ നടന്ന് ഡാൻസ് കളിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. പിന്നെ ആർട്ടിൻ്റെ മിഷൻ എന്താണെന്നാണ് പറയുന്നത്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഹയസ്റ്റ് ഐഡിയൽസ് മാനിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ആർട്ടിൻ്റെ ഐഡിയ. ഏത് ആർട്ടിൻ്റെ എയിം ആണെന്നുണ്ടെങ്കിലും ഈ ബാലെ എന്നുള്ള ഡാൻസ് അപ്പോൾ എന്ത് ഐഡിയലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത്? ഡാൻസ് എന്ന് പറയുന്നത് ഒരു നോബ്ലസ്റ്റ് ഓഫ് ആർട്ടാണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ അതെന്ന് പറയുന്നത് ഏറ്റവും കുഴിയിൽ കിടക്കുവാണ്. ഒരു ദിവസം അത് റേസ് ആവും എന്നാണ് പറയുന്നത്, ഉയർന്നു വരും എന്നാണ് പറയുന്നത്. ഒരു ഡാൻസറിൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിലുള്ള ഡാൻസർ എന്ന് പറയുന്നത് നല്ല ഹൈറ്റിൽ പോവും, അല്ലെങ്കിൽ ഈ ഡാൻസ് ഫോം എന്ന് പറയുന്ന ആർട്ട് ഫോം നല്ല ഹൈറ്റ്സിൽ പോവും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അതായത് അനാവശ്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും വേണ്ട. അത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വളരെ മോറലും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ട് വേണം നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ. അതായിരിക്കണം ഒരു ഡാൻസറിൻ്റെ മിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു ആർട്ട് പ്രൊമോട്ട് ചെയ്യാനാണ് ഞാൻ എൻ്റെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് ഇസഡോറ പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നതെന്ന് വെച്ചാൽ അവരെങ്ങനത്തുള്ള ടൈപ്പ് ഓഫ് ഡാൻസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇസഡോറ ഡങ്കൻ. അവർ പറയുവാണ്, ഇപ്പം ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ എൻ്റെ സ്റ്റേജിൻ്റെ മുമ്പിൽ ഫ്ലവേഴ്സ് കാണും. ആ ഫ്ലവേഴ്സ് പോലെ ഇരിക്കണം എൻ്റെ ഡാൻസ് എന്ന് പറയുന്നത്. അതായത് ഫ്ലവേഴ്സിൻ്റെ പുറത്ത് ലൈറ്റ് എങ്ങനെയാണ് ഫോൾ ചെയ്യുന്നത്, വൈറ്റ് ഫ്ലവേഴ്സിൻ്റെ പുറത്ത് ലൈറ്റ് ഫ്ലോ ചെയ്യും, ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്യുവർ ആൻഡ് സെറീനായിട്ട് തോന്നും നമുക്കല്ലേ ആ ഫ്ലവേഴ്സ്. അപ്പോൾ ആ ഒരു സെറ്റിലായിട്ടുള്ള രീതിയിൽ വേണം നമ്മുടെ ഡാൻസ്. അത്രയ്ക്കും ലൈറ്റ് ആയിരിക്കണം, അത്രയും പ്യുവർനെസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാലും അത്രയും സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ സോൾ അല്ലെങ്കിൽ ആത്മാവ് മൂവ് ചെയ്യണം ആ ഒരു ഡാൻസ് ഫോം കാണുമ്പോൾ. ആൻഡ് അതുപോലെ തന്നെ പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹ്യൂമൻ മീഡിയത്തിലൂടെയാണ് നമ്മൾ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡാൻസ് ഫോം നടക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചറിൽ കാണുന്ന അതേ ആ ഒരു പൂവിൻ്റെ പുറത്ത് വെയിലടിക്കുന്ന പോലത്തുള്ള അതേ പ്യൂരിറ്റി തന്നെ ആയിരിക്കണം ഡാൻസ് ഫോമിലും വരേണ്ടത്. ആ ഒരു മൂവ്മെൻറ്റ് അത്രയും ലൈറ്റായിട്ട് നമുക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും തമ്മിൽ ഫീൽ ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു കൈൻഡ് ഓഫ് പ്രെയർ ആയിരിക്കണം ഡാൻസ് എന്ന്. ഓരോ മൂവ്മെൻ്റ് എന്ന് പറയുന്നതും നമ്മളെ ഹെവനിൽ കൊണ്ടെത്തിക്കുന്ന മൂവ്മെൻ്റ് ആയിരിക്കണം. അതായത് ഓരോ റിഥം എന്ന് പറയുന്നതും ഹെവൻലി റിഥം ആയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഹ്യൂമൻ ബോഡിയുടെ ആ ഒരു പ്രൈമറി മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അതായത് ആ ഒരു പ്രൈമറി മൂവ്മെൻറ്റ്സിൽ നിന്നാണ് നമ്മുടെ ഫ്യൂച്ചർ ഡാൻസ് മൂവ്മെൻറ്റ്സ് വരുന്നത്. വളരെ നാച്ചുറലായിട്ടും വളരെ അൺഎൻഡിങ് ആയിട്ടും, അതായത് ഒരു ഫുൾ സ്റ്റോപ്പ് എത്തുന്ന പോലെ അല്ലാതെ ഒരു നാച്ചുറൽ ഫ്ലോ, അതായത് ഒരു നദി എങ്ങനെയാണോ ഒഴുകുന്നത് ആ ഒരു നാച്ചുറൽ ഫ്ലോ തന്നെ ആയിരിക്കണം നമ്മുടെ മൂവ്മെൻറ്റിലും ഉണ്ടായിരിക്കേണ്ടത്. അതിൽ നിന്നാണ് പുതിയ കൈൻഡ് ഓഫ് ഡാൻസേഴ്സും പുതിയ കൈൻഡ് ഓഫ് ഡാൻസ് മൂവ്മെൻറ്റ്സും ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഇനി അവരൊരു എക്സാമ്പിൾ പറയുവാണ്. ഹെർമിസ് എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് പ്രോസ് റൈറ്റർ ഉണ്ട്. അദ്ദേഹം ഗ്രീക്കാണ്. ഹെർമിസ് പ്രോസ് റൈറ്റർ അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പോസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷൻ ഉണ്ട്. അദ്ദേഹം വിൻഡിൽ ഫ്ലൈ ചെയ്യുന്ന കണക്കൊരു ആക്ഷൻ ഉണ്ട്, പോസ് ഉണ്ട്. അപ്പം ആർട്ടിസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിന് തോന്നുവാണ് ഇദ്ദേഹത്തിൻ്റെ കാല്
ആർട്ടിസ്റ്റ് ആണല്ലോ ഗോഡെന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലെന്ന് പറയുന്നത് വെർട്ടിക്കൽ പൊസിഷനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും, അതൊക്കെ ആർട്ടിസ്റ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ അതായത് അത് എങ്ങനെ ഇരിക്കും, ഒരു ദൈവം പറക്കുന്ന കണക്ക് വിൻഡിലിങ്ങനെ കാലിങ്ങനെ നിൽക്കുവാണ്, എർത്തിനെ ടച്ച് ചെയ്യുന്നില്ല, കാൽ എയറിൽ നിൽക്കുവാണ്. സോ നമുക്ക് ഈക്വൽ ടു ഗോഡായിട്ട് നമുക്ക് ഈ ഹെർമസിൻ്റെ പോസിനെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ആർട്ടിസ്റ്റ് പിന്നൊരു കാര്യം ചിന്തിക്കുവാണ്, ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ ഒരു സീക്വൻസും ഇല്ലാതെ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഹെർമസിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെർമസിൻ്റെ സ്കൾപ്ചർ ഉണ്ടല്ലോ, ഒരു ബോൾ, അതായത് അയാളുടെ കാല് ഒരു ബോളിൻ്റെ പുറത്ത് റെസ്റ്റ് ചെയ്യുന്ന കണക്ക്, അല്ലെങ്കിൽ ആ ബോൾ ഒരു വിൻഡിൻ്റെ പുറത്ത് റെസ്റ്റ് ചെയ്യുന്ന കണക്ക് ഉള്ള രീതിയിലാണ് സ്കൾപ്ചർ അതിനെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു കൈൻഡ് ഓഫ് എറ്റേണൽ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് അവിടെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ബോളിൽ ചവിട്ടി ഇയാളിങ്ങനെ നീങ്ങുവാണെന്നുള്ളൊരു ഇമേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ബോളും എയറിലാണ്, ഇയാളുടെ കാല് ബോളിലിരിക്കുവാണ്. നേരത്തെ എന്ന് വെച്ചാൽ എയറിൽ മാത്രം കാലിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ഗോഡ്, ഈക്വൽ ടു ഗോഡ് ആയിട്ടുള്ളൊരു പൊസിഷൻ വരും. ഇതെന്ന് പറയുമ്പോൾ ബോളിൽ ചവിട്ടി ഇദ്ദേഹത്തിൻ്റെ കാല് എയറിൽ നിന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിനെയാണ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സീക്വൻസ് ആർട്ട് ഫോംസിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡാൻസിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ദെൻ ഗ്രീക്കുകാരെ, അതായത് ഗ്രീക്ക് ആർട്ട് ഫോംസിനെ ഇവർ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പറയുവാണ്. അവർ പറയുവാണ് ഇങ്ങനെ ഒരു ആയിരക്കണക്കിന് ഫിഗേഴ്സിൻ്റെ എക്സാമ്പിൾസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. അത് ഗ്രീക്കിൽ മാത്രം, അല്ലെങ്കിൽ ഗ്രീസിലുള്ള സ്കൾപ്ചേഴ്സ് അല്ലെങ്കിൽ ആർട്ട് ഫോംസിൽ മാത്രമേ ഇത്രയധികം പെർഫെക്ഷൻ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ബിക്കോസ് ഗ്രീക്സ് എന്ന് പറയുന്ന ഗ്രേറ്റസ്റ്റ് സ്റ്റുഡൻസ് ഓഫ് നേച്ചർ ആണെന്നാണ് പറയുന്നത്. അവരെല്ലാം നേച്ചറിനനുസരിച്ചാണ് ചെയ്യുന്നത്, ജെന്യൂൻ ആയിട്ടാണ് ചെയ്യുന്നത്. എല്ലാം നേച്ചറിനനുസരിച്ച് അൺഎൻഡിങ് ആയിട്ടും ആ ഒരു എവല്യൂഷനെ ഫോളോ ചെയ്തും ഒരു സ്റ്റോപ്പും ഇല്ല, ഒരു എൻഡും ഇല്ലാതാണ് അവരിങ്ങനെ ആ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവർ ഏത് ടൈപ്പ് ഓഫ് ആർട്ട് ഫോം ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നത്. പെയിൻറ്റിംഗ് ആണെങ്കിലും ലിറ്ററേച്ചർ ആണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും. സച്ച് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവ്മെൻറ്റ് തന്നെ, അതായത് നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും ഒരു കണ്ടിന്യൂറ്റി ഉണ്ടെന്ന്. ഒരു ബീറ്റിലിൻ്റെ മൂവ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫോമിനനുസരിച്ചാണ് അത് മൂവ് ചെയ്യുന്നത്. ഹോഴ്സിൻ്റെ മൂവ്മെൻറ്റ് ആണെങ്കിൽ അതിൻ്റെ ശരീരത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഫിസിക്കിൻ്റെ അനുസരിച്ചാണ്. സോ ആ ഹ്യൂമൻ ബോഡിയുടെ മൂവ്മെൻറ്റും അതിനനുസരിച്ച് വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതായത് രണ്ട് പേര് ഡാൻസ് കളിക്കുകയാണെങ്കിൽ ഒരുപോലെ ഇരിക്കരുത്. രണ്ടുപേരും അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ വേണം കളിക്കാൻ, അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ്, ബോഡി ലിമിറ്റേഷൻസ് വെച്ചിട്ട് വേണം കളിക്കാനെന്നാണ്, ഡാൻസ് കളിക്കാനെന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് അത് അടുത്ത പാരഗ്രാഫിലെന്ന് പറയുന്നത്, എന്ത് ചെയ്താലും നമ്മൾ ഋതത്തോടു കൂടി ചെയ്യുക. ഡാൻസ് ആണെന്നുണ്ടെങ്കിലും എന്തായിരുന്നുണ്ടെങ്കിലും ഋതത്തിൻ്റെ പിന്നെന്താണ് പറയുക, ഋതത്തിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പോൾ ചിലർ പറയും ഡാൻസ് ഇപ്പോൾ ഋതത്തിനനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഫോമും ഡിസൈനും ഒന്നും നമ്മൾ നോക്കണത്. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം എന്നാണ് പറയുന്നത്. കാരണം ഋതമാണെങ്കിലും ഫോം ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കറസ്പോണ്ട് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം, എല്ലാം കണക്റ്റഡ് ആണ്. ഈ കാര്യം ഗ്രീക്സിന് മനസ്സിലായതുകൊണ്ടാണ് ഗ്രീക്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡാൻസിങ് ക്യൂപ്പിഡ് ഒരു സ്റ്റാച്യു ഉണ്ട് ഗ്രീസിൽ. അപ്പോൾ അതെന്ന് പറയുന്നത് ഡാൻസിങ് ക്യൂപ്പിഡാണ്, അതായത് ഒരു ബേബി ക്യൂപ്പിഡ് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അതൊരു കുട്ടി ഡാൻസ് കളിക്കുന്ന പോലെയാണ് തോന്നുന്നത്. കാലൊക്കെ എന്ന് വെച്ചാൽ നല്ല പ്ലംപി ആയിട്ടുള്ള ലിറ്റിൽ ഫീറ്റാണ്. ആംസ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ബോഡിക്ക് അനുസരിച്ചുള്ള ആംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാൽപാദം എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുവാണ്, ഫ്ലാറ്റായിട്ട് വെച്ചേക്കുവാണ്. അപ്പം ഒരു വലിയ ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം അരോചകമായിട്ട് തോന്നും. പക്ഷെ ഒരു കുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ബാലൻസ് ചെയ്ത് കുത്തി നിൽക്കുന്നത് പോലെയാണ് ഒരു കുട്ടി നിൽക്കുന്നത്. അതേ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീലിങ്ങിലാണ് ആ ഒരു സ്കൾപ്ചർ അല്ലെങ്കിൽ സ്റ്റാച്യു അവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു കാല് ഹാഫ് റേസ് ചെയ്തിട്ട് ഒരു കാല് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ ഇറിറ്റേഷൻ തോന്നും. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ അവിടെ മൂവ്മെൻറ്റ് അൺനാച്ചുറൽ ആയിട്ട് മാറും. പക്ഷേ ഈ സ്റ്റാച്യൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ക്യൂപ്പിഡിൻ്റെ സ്റ്റാച്യൂവിനകത്ത് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നല്ല ഒരു പെർഫെക്റ്റ് ഹാർമണിയിലാണ്. ആ ഒരു ബോഡിയുമായിട്ട് ആ ഒരു ബാലൻസ് ചെയ്തിട്ടാണ് ആ ഒരു ഫോം അല്ലെങ്കിൽ ആ ഒരു സ്കൾപ്ചർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഗ്രീക്സിനാണെങ്കിൽ പെയിൻറ്റിങ്ങിലാണെങ്കിലും സ്കൾപ്ചർ ആണെങ്കിലും ആർക്കിടെക്ചർ ആണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും ട്രാജഡി ആണെന്നുണ്ടെങ്കിലും അവരുടെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നേച്ചറിൽ നിന്നാണ് അവർ എല്ലാം കോപ്പി ചെയ്തെടുക്കുന്നത്. അവർ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എല്ലാം നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. ഇപ്പോൾ അവരുടെ ഗോഡ്സിനെ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നാച്ചുറൽ ഫോഴ്സസിൻ്റെ റെപ്രസെൻറ്റേഷൻസ് ആണ്. അതായത് വിൻഡിനൊരു ഗോഡ്, സീക്കൊരു ഗോഡ്, മൂണിനൊരു ഗോഡ്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അവരെല്ലാം നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അവരെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഗ്രീക്കിൻ്റെ ആർട്ട് എന്ന് പറയുന്നത് എന്താ പറയുക നാഷണൽ ആർട്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിനെ ഒരു യൂണിവേഴ്സൽ ആർട്ടെന്ന് തന്നെ നമ്മൾ വിളിക്കുന്നത്. അതായത് ആർട്ട് ഓഫ് ഓൾ ഹ്യൂമാനിറ്റി എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. അപ്പം എർത്തിലിപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗ്രീക്ക് പൊസിഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഗ്രീക്ക് ഡാൻസ് എന്ന് പറയുന്നതിനെ നമുക്ക് എർത്ത് ഡാൻസ്, അല്ലെങ്കിൽ ഗ്രീക്കുകാരുടെ ആ ഒരു ഡാൻസിങ് പൊസിഷൻസിനെ നമുക്ക് എർത്തിൻ്റെ പൊസിഷൻസ് എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ സാധിക്കും. എർത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പൊസിഷൻസാണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് ഗ്രീക്കുകാർ ചെയ്തു വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ദ നോബ്ലസ്റ്റ് ഇൻ ആർട്ട് ഈസ് എ ന്യൂഡ് എന്ന് പറയുന്നുണ്ട്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ന്യൂഡായിട്ടുള്ള സ്റ്റാച്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഡേവിഡിൻ്റെയൊക്കെ സ്റ്റാച്യൂസ് ഒക്കെ ന്യൂഡായിട്ടുള്ളതുണ്ട്. അപ്പോൾ ആ നോബ്ലസ്റ്റ് ഓഫ് ആർട്ടിസ്റ്റ് ന്യൂഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബോഡി നമ്മൾ ആദ്യമേ മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം ഡാൻസ് ഫോംസ് ആണെങ്കിലും ഏത് ആർട്ട് ഫോംസ് ആണെന്നുണ്ടെങ്കിലും. അതിനെയാണ് പെയിൻറ്റേഴ്സ്, സ്കൾപ്ചേഴ്സ്, പോയറ്റ്സിന് ട്രൂത്ത് എന്ന് പറയുന്നത്. ഡാൻസർ മാത്രമേ ഉള്ളൂ ഈ ന്യൂഡായിട്ടുള്ള ഹ്യൂമൻ ബോഡിയെ നമ്മൾ മറന്നു പോയിരിക്കുന്നതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി ആണെന്നുള്ള കോൺസെപ്റ്റ് ഡാൻസേഴ്സ് മറന്നുപോയി. ബാക്കി ഒരു ആർട്ട് ഫോംസ് മറന്നു പോയിട്ടില്ല. മാനിൻ്റെ ഫസ്റ്റ് കൺസെപ്ഷൻ ഓഫ് ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ ഹ്യൂമൻ ബോഡിയിലെ ആ ഒരു ഫോമും സിമെട്രിയൊക്കെയാണ്. ഇപ്പം ന്യൂ സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു മൂവ്മെൻറ്റിൽ നിന്ന് തുടങ്ങണം. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡി മനസ്സിലാക്കുക, ആ ഒരു ഹ്യൂമൻ ബോഡിക്ക് അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ഹാർമോണിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഡാൻസിനെയാണ് നമ്മൾ ഡാൻസ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല, അതായത് ഇസഡോറ ഡങ്കൻ പറയുവാണ് എനിക്ക് ഇതുപോലത്തുള്ള വർക്ക് വെച്ചിട്ട് വേണം ചെയ്യാൻ. അതായത് ഈ ഹ്യൂമൻ ബോഡിയെ മനസ്സിലാക്കി സിമെട്രിക്ക് അതിനനുസരിച്ചുള്ള ഡാൻസ് ഫോംസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യൂ. ആൻഡ് ഷീ ഈസ് ആക്ച്വലി സെയിങ് അവർക്ക് അറിയത്തില്ല അവർക്ക് അതിനുള്ള ക്വാളിറ്റീസ് ഉണ്ടോ എന്ന്, ജീനിയസോ ടെമ്പറമെൻറ്റോ ടാലൻറ്റോ ഉണ്ടോ എന്ന് ഇവർക്കറിയില്ല. പക്ഷേ അവർ പറയുന്ന അവർക്ക് ആ ഒരു വിൽ പവർ ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു എനർജി എന്ന് പറയുന്നത് ഏതൊരു ടാലൻറ്റിനെക്കാട്ടിലും ടെമ്പറമെൻറ്റിനെക്കാട്ടിലും ജീനിയസിനെക്കാട്ടിലും വലുതാണെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു സ്കൂൾ തുടങ്ങാനാണ്, ഒരു തിയേറ്റർ തുടങ്ങാനാണ്. ഒരു 100 പെൺകുട്ടികൾ അവരുടെ കീഴിൽ ട്രെയിൻ ചെയ്യണം. ആൻഡ് അവരെന്ന് പറയുന്നത് അപ്പോൾ നല്ല ബെറ്റർ ആയിട്ടായിരിക്കുമല്ലോ, ഇവരുടെ കീഴിൽ ട്രെയിൻ ചെയ്യുമ്പോൾ അവർ നല്ല ബെറ്റർ ആയിട്ട് മാറും. അപ്പോൾ ഈ 100 പേര് മതി ബാക്കിയുള്ള ആളുകളെ പഠിപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് ഫോമിനെ ബെറ്റർ ആക്കി എടുക്കാനെന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് ചിൽഡ്രനെ ഇമിറ്റേറ്റ് ചെയ്യാനല്ല ഞാൻ പഠിപ്പിക്കുന്നത്, മൂവ്മെൻറ്റ്സിനെ വെറുതെ ഇമിറ്റേറ്റ് ചെയ്യാനല്ല ഞാൻ പഠിപ്പിക്കുന്നത്, അവരെ ഞാൻ ഫോഴ്സ് ചെയ്യത്തില്ല. ഞാൻ എന്ത് ചെയ്യത്തേ ഉള്ളൂ, മൂവ്മെൻറ്റ്സിനെ നാച്ചുറലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ അവരെ സഹായിക്കത്തേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഈ ഒരു മൂവ്മെൻറ്റ്സ് കാണുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടി ഡാൻസ് കളിക്കുന്നത്, ഈ ഞാൻ പഠിപ്പിച്ചെടുത്ത മൂവ്മെൻറ്റ്സ് ഒരു കുട്ടി ഡാൻസ് കളിക്കുന്നത് ആളുകൾ കാണുമ്പോൾ അവർക്ക് തോന്നണം നാച്ചുറലായിട്ട് ആ കുട്ടിക്ക് ആ കുട്ടി ചെയ്യുവാണെന്നല്ലാതെ അടിച്ച് പഠിപ്പിക്കുന്ന കണക്ക് തോന്നരുത്. ഓക്കെ, അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡിയിലെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ അത് ഏത് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിലാണെങ്കിലും അത് ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷേ എപ്പോഴായിരിക്കണം ബ്യൂട്ടിഫുൾ ആവുന്നത്, നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് ഹാർമോണിയസ് ആയിട്ട് നമ്മളത് സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുക. പെർഫെക്റ്റ് എക്സ്പ്രഷൻ, അതായത് ഹ്യൂമൻ ബീയിങ്സിൽ പെർഫെക്റ്റ് ആയിട്ട് എക്സ്പ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. ആ ഒരു ബോഡിക്കും ആ ഒരു സോളിനും അനുസരിച്ചുള്ള മൂവ്മെൻ്റ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടതെന്ന് മാത്രം. നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത് മൂവ്മെൻറ്റ്സിനെ, നാച്ചുറലായിട്ട് തന്നെ വരിക. എന്നാൽ മാത്രമേ നമുക്ക് ആർട്ട് ഫോമിനെ അല്ലെങ്കിൽ ഈ ഒരു ഡാൻസ് ഫോമിനെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുകയുള്ളൂ. ഒരു ഇൻ്റലിജൻറ്റ് ചൈൽഡാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ചിലപ്പോൾ വളരെയധികം ഷോക്ക്ഡായി മാറും. കാരണം ബാലെ സ്കൂളിൽ അതിനെ മൂവ്മെൻറ്റ്സ് പഠിപ്പിക്കുവാണ്. പക്ഷേ അവർ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മനസ്സിലാവും ഈ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് പഠിപ്പിക്കേണ്ടതല്ല, നാച്ചുറലായിട്ട് ഇവർക്ക് വഴങ്ങി വരേണ്ടതാണെന്ന്. അതാണ് ഇവർ ലാസ്റ്റ് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലെ ഡാൻസിനെ കുറിച്ചും പഴയ ബാലെ ഡാൻസിനെ കുറിച്ചും അല്ലെങ്കിൽ പുതിയ ഡാൻസിനെ കുറിച്ചും ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് കാണും. പക്ഷേ അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു കാര്യമാണ് ഒരുപാട് ഡിഫറൻസിന് ഒപ്പീനിയൻ വരുന്നത്. അതായത് ഈ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരേ ഒരു കാര്യത്തിലുള്ള ഡിഫറൻസ് ട്രൂ ആർട്ട്. അപ്പം ബാലെ ഡാൻസ് ട്രൂ ആർട്ട് ആവണമെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ടും ഹാർമോണിയസ് ആയിട്ടും വരിക മൂവ്മെൻറ്റ്സ്. അപ്പോൾ അതിനകത്ത് പിന്നെന്താ പറയുക, പിന്നെ വേറെ ഫീമെയിൽ ബോഡിന്നോ അല്ലെങ്കിൽ ബ്യൂട്ടിന്നോ ഹെൽത്തെന്നോ അതല്ല, ഒറിജിനൽ സ്ട്രെങ്ത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള നാച്ചുറൽ മൂവ്മെൻറ്റ്സ് വരിക. എസ്പെഷ്യലി വുമൻസിൻ്റെ, അതായത് സ്ത്രീകളുടെ ബോഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ചിൽഡ്രൻ അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ചിൽഡ്രനെ കിട്ടണമെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്കൊരു ബോഡി വേണം അല്ലേ, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി വേണം. അതുപോലെ തന്നെയാണ് ഡാൻസ് എന്ന് പറയുന്നത്. ഒരു ഡാൻസിങ് സ്കൂളിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നതും ഒരു സ്ത്രീ നല്ലൊരു ഐഡിയൽ ഫോം ആയി ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ബോഡി ഉണ്ടെങ്കിൽ ഇതും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു ഡാൻസിങ് സ്കൂളിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഷീ ഈസ് ആക്ച്വലി കമ്പയറിംഗ് ടു ദാറ്റ് ഓഫ് എ ഹെൽത്തി ബോഡി ഓഫ് എ വുമൺ. നല്ലൊരു ബോഡി ഉണ്ടെങ്കിൽ സ്ത്രീക്ക് നല്ല കുട്ടികളെ പ്രസവിക്കാൻ സാധിക്കുകയുള്ളെന്നാണ് ഡങ്കൻ പറയുന്നത്, ഇസഡോറ ഡങ്കൻ പറയുന്നത്. ഓക്കെ, പിന്നെ ട്രാവലേഴ്സ് എന്ന് പറയുന്നത് കൺട്രിയിലോട്ട് വരുന്നുണ്ട്. അവർ ഡാൻസേഴ്സിനെ കാണുന്നുണ്ട്. അവർ ആ ഒരു ഡാൻസേഴ്സിനെ കാണുമ്പോൾ ആ ഒരു കൺട്രിയുടെ ഫോമും ആ ഒരു കൺട്രിയുടെ ബ്യൂട്ടിയും ഐഡിയലുമാണ് ആ ഡാൻസേഴ്സ് റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നത്. പക്ഷേ സ്ട്രേഞ്ചേഴ്സ് ഇപ്പോൾ ഏത് കൺട്രിയിൽ പോയാലും അവർ ബാലെ സ്കൂളിലെ ഡാൻസേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ അവർ വിചാരിക്കും അയ്യോ ഇതാണോ ഈ കൺട്രിയിലെ ഐഡിയൽ, അല്ലെങ്കിൽ അവരുടെ വാല്യൂ, ഈ രാജ്യത്തെ വാല്യൂ ഇതാണോ, അല്ലെങ്കിൽ ഈ ആർട്ട് ഫോംസിൻ്റെ വാല്യൂ, ഇവർ ആർട്ടിനെ ഇങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് എന്ന് ആളുകൾ ആലോചിക്കും. അങ്ങനെ ആലോചിക്കരുത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മാൻകൈൻഡിൻ്റെ സ്പിരിറ്റിനെ കാണിക്കുന്ന ഒരു സംഭവമാണ് ആർട്ട് എന്ന് പറയുന്നത്.
പിന്നെ അപ്പോൾ ഇവർ ചോദിക്കുവാണ്, നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് റീഡേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുവാണ്, ഇപ്പോൾ അങ്ങനെ എത്ര ബാലെ സ്കൂളുകൾ ഈ ഒരു സ്പിരിറ്റ് ഓഫ് മാൻകൈൻഡ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഡാൻസ് ഫോംസിലൂടെ. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അവർ ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പൊസിഷൻസ് എടുക്കുന്നത്, അതായത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൊസിഷൻസ് എടുത്തുകൂടെ, പക്ഷെ അവരെന്തുകൊണ്ടാണ് ഇത്രയധികം ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള പൊസിഷൻസ് എടുക്കുന്നത് ഡാൻസ് ഫോംസിൽ. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഫാഷൻ അനുസരിച്ച് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ആ ഒരു ഹ്യൂമൻ ബോഡിയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് എവല്യൂഷൻ അനുസരിച്ചേ നമുക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഒരു ബ്യൂട്ടിഫുൾ സ്കൾപ്ചർ ഓഫ് എ റോമൻ ഗേൾ ഉണ്ട്. അവരുടെ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു റോമൻ ഗേളിൻ്റെ ബ്യൂട്ടിഫുൾ സ്കൾപ്ചർ. അത് പോപ്പ് ഇന്നസെൻറ്റ് 8 സമയത്താണ് ഡിസ്കവർ ചെയ്തത്. അതിൻ്റെ ബ്യൂട്ടി, അതായത് അത് കണ്ടുപിടിച്ചപ്പോൾ തന്നെ എന്താണ്, ആളുകളെല്ലാം അതിനെ കാണാൻ പോയി, പിൽഗ്രിമേജ് ഒക്കെ നടത്തി, അതൊരു ഹോളി ഷ്രൈനിലാക്കി മാറ്റി. ഓക്കെ, ആൻഡ് ദെൻ ആ ഒരു സമയത്ത് ഹോളി ഷ്രൈനിലൊക്കെ കൊണ്ടുപോയി പ്രേ ചെയ്യാൻ വന്നപ്പോൾ ആകെ പ്രശ്നമായി, ആളുകളുടെ തള്ളിക്കയറ്റമായി. അവസാനം പോപ്പ് എന്ത് ചെയ്തു, അതിനെ വീണ്ടും ബറി ചെയ്തു. ഇവിടെ എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾഡ്, അതായത് ഈ പഴയ, ഞാൻ പറഞ്ഞല്ലോ, ഇവർ പറഞ്ഞല്ലോ ഗ്രീക്സിൻ്റെ ആർട്ട് ഫോംസ് ആണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞില്ലേ. സോ ഡാൻസ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്നതും പഴയ കാര്യങ്ങളിലോട്ട് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക. പക്ഷേ എന്ത് ചെയ്യണം, നമ്മുടെ നാച്ചുറൽ, വീണ്ടും അവർ അതേ പോയിന്റ് പറയുകയാണ്, ബ്യൂട്ടിഫുൾ, നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് ഹാർമോണിയസ് ആയിട്ട് നേച്ചറിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഡാൻസ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്നൊരു പുതിയ മൂവ്മെൻറ്റായി മാറും. ഒരു എന്താ പറയുക, മാൻകൈൻഡിന് ഒരു പുതിയ എവല്യൂഷനായിട്ട് മാറും എന്നാണ് പറയുന്നത്. പുതിയ ടൈം ഈ ഒരു ബാലെ ഡാൻസിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ഇവർ പറയുന്നത്, ഇപ്പം ഗ്രീക്സിൻ്റെ ഡാൻസ് അല്ലെങ്കിൽ ഗ്രീക്കിൻ്റെ ആർട്ട് ഫോംസ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും അല്ല. ഗ്രീക്ക് എങ്ങനെയാണോ, ഗ്രീസിലെ ആളുകൾ എങ്ങനെയാണോ ഡാൻസ് കളിക്കുന്നത് അങ്ങനെ ചെയ്യണമെന്നല്ല. ഗ്രീക്കിൻ്റെ ഡാൻസ്, വി ആർ നോട്ട് ഗ്രീക്സ്, അതായത് നമ്മൾ ഗ്രീസ് കൺട്രിയിൽ നിന്നൊന്നും ഉള്ളവരല്ല. അത് നമുക്ക് ഇമ്പോസിബിൾ ആയിരിക്കും, അത് അൺനെസസറി ആയിട്ടുള്ള കാര്യവുമാണ്. അപ്പോൾ പറയും, നമ്മുടെ ആ ഒരു ടാലൻറ്റിനനുസരിച്ച്, നമ്മുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ അനുസരിച്ച് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ആൻഡ് ഫ്യൂച്ചർ ഡാൻസ് അല്ലെങ്കിൽ ഡാൻസർ ഓഫ് ദ ഫ്യൂച്ചർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഒരാളുടെ ബോഡിയും സോളും ഹാർമോണിയസ് ആയിട്ട് ബാലൻസ് ചെയ്ത് നാച്ചുറലി മൂവ്മെന്റ്, ബോഡിക്ക് മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഡാൻസർ ഓഫ് ദ ഫ്യൂച്ചർ എന്ന് നമുക്ക് ഒരാളെ പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഒരു ഡാൻസർ എന്ന് പറയുമ്പോൾ ഒരു നേഷന് മാത്രം ബിലോങ് ചെയ്യുന്ന ആളല്ല, എല്ലാ ഹ്യൂമാനിറ്റിയും റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. ആ ഒരു ഹ്യൂമൻ കൈൻഡിന്റെ സ്പിരിറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ആളായിരിക്കണം ഡാൻസർ എന്ന് പറയുന്നത്. ആൻഡ് അത് അവരൊരു മാലാഖയെ പോലെയോ ഫെയറിയെ പോലെയോ ഒന്നും ആയിരിക്കത്തില്ല ഡാൻസ് ചെയ്യുന്നത്. പക്ഷെ ഒരു സ്ത്രീയുടേതായിട്ടുള്ള പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഫോമിൽ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടായിരിക്കും അവർ ഡാൻസ് ചെയ്യുന്നത്. ആൻഡ് അവർ മനസ്സിലാക്കുമെന്നാണ് പറയുന്നത്, ഒരു ബോഡി, ഹ്യൂമൻസ് ബോഡി എങ്ങനെയാണെന്നും അതിൻ്റെ ആ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഹോളിനെസ് എന്താണെന്നും, അതായത് ആ ഒരു സ്പിരിച്വാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചേ ചെയ്യുമല്ലോ. അത് കാലൊക്കെ വളച്ചൊടിച്ച് സ്കേർട്ട്, അതായത് ഈ ഷോർട്ട് സ്കേർട്ടൊക്കെ ഇട്ട് അങ്ങനെ ആയിരിക്കത്തില്ല എന്നാണ് ഇവരുടെ ഒരു പറച്ചിലെന്ന് പറയുന്നത്. ഇസഡോറ ഡങ്കൻ്റെ ആ ഒരു ഐഡിയ എന്ന് പറയുന്നത്, നേച്ചറിനെ ചേഞ്ച് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു നേച്ചറുമായിട്ട് ഒന്നിക്കുന്ന പോലെ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലായിരിക്കും ഒരു ഡാൻസ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അവരുടെ ആ ഒരു ബോഡി പാർട്സ് എല്ലാം ആ ഒരു ഷൈനിങ് അല്ലെങ്കിൽ ആ ഒരു റേഡിയൻസ് ഉണ്ടായിരിക്കണം. അതായത് വേൾഡിനൊരു മെസ്സേജ് കൊടുക്കണം. തൗസൻഡ്സ് ഓഫ് വിമനിൻ്റെ തോട്ട്സും ആസ്പിറേഷൻസുമാണ് ഈ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒറ്റയ്ക്ക് നിന്ന് ഡാൻസ് കളിക്കുന്നത് എന്ന്. അതായത് ഒരു സ്ത്രീയുടേതായിട്ടുള്ള ഫ്രീഡമാണ് ആ ഒരു ഡാൻസ് കളിക്കുന്ന ആ സ്ത്രീ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ എൻഡ് ചെയ്യുന്നത് ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള അണ്ടർ ടോൺസ് വരുന്നുണ്ട്, അതായത് എസ്പെഷ്യലി ഹ്യൂമൻ ഫെമിനൈൻ ബോഡിയുടെ കാര്യം സംസാരിക്കുമ്പോൾ. അപ്പം അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. പിന്നെ ഇതിൽ വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഏതൊക്കെയാണ് നേച്ചറിലെ ഏതൊക്കെ വിസിബിൾ ആയിട്ടുള്ള ഫോംസ് ആണ് ഹാർമോണിയസ് ആയിട്ടുള്ളത്. അതായത് വേവ്സ്, വിൻസ്, എർത്തൊക്കെയാണ് നേച്ചറിലുള്ള ഹാർമോണിയസ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉള്ള എലിമെന്റ്സ്. പിന്നെ ഓഷ്യൻ വേവ്സിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓഷ്യൻ വേവ്സിന് അതിന്റെ നേച്ചറും അതിന്റെ ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് അതിന് മാത്രം പെക്യൂലിയർ ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ് അല്ലേ. അതുപോലെയാണോ വിൻഡ് അടിക്കുന്നത്? അല്ല. പിന്നെ ആനിമൽസും ബേർഡ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതിന്റെ നെസസിറ്റിക്ക് അതിന്റെ ബോണ്ടിനനുസരിച്ചാണ് അത് മൂവ് ചെയ്യുന്നത്. പിന്നെ സിവിലൈസ്ഡ് മാനിന്റെ പ്രശ്നം എന്താണ്, മൂവ്മെന്റിന്റെ പ്രശ്നം എന്താണ്, അവർക്ക് ആ ഒരു നേച്ചറുമായിട്ടുള്ളൊരു കണക്ഷൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ മൂവ്മെന്റ് എന്ന് പറയുന്നതും കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയെന്നാണ് പറയുന്നത്. പിന്നെ ആരുടെ പോലെ ആയിരിക്കണം മൂവ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യന്റെ, അതായത് ഒരു ജെന്യൂൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള മനുഷ്യർ എങ്ങനെയായിരുന്നു പണ്ട് മൂവ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവർ നേച്ചറുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടായിരുന്നു, കണക്റ്റഡ് ആയിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. സോ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് വളരെ നാച്ചുറലും ബ്യൂട്ടിഫുള്ളും അൺറെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അങ്ങനെ വേണം ജീവിക്കാൻ, അല്ലെങ്കിൽ ഡാൻസ് ഫോംസും അങ്ങനെ ആയിരിക്കണം എന്നാണ് ഇവർ പറയുന്നത്.
പിന്നെ നേക്കഡ് ബോഡിയുടെ മൂവ്മെന്റ്സ് ആണ് പെർഫെക്റ്റ്ലി നാച്ചുറൽ എന്നാണ് ഇവർ പറയുന്നത്. ഈ നേക്കഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു മെച്യൂരിറ്റിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതായത് ബോഡിയെ മനസ്സിലാക്കി ആ ഒരു ബാലൻസ് ചെയ്തിട്ട് ബോഡിയെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിൽ വേണം ഇതുമായിട്ട് ഡീൽ ചെയ്യാനെന്നാണ്, ആ ഒരു നേക്കഡ്നെസ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ബാലയിലുള്ള ഒബ്ജക്ഷനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫക്റ്റുകൾ എന്താണ് ഇവർ കണ്ടുപിടിച്ചിട്ടുള്ളത്? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വുമന്റെ ബോഡിയെ ഡീഫോം ചെയ്യുന്നു, ഇൻകറക്റ്റ് ഡ്രസ്സാണ്, ഇൻകറക്റ്റ് മൂവ്മെന്റ് ആണെന്നാണ് പറയുന്നത് ഇവർ. പിന്നെ ആവശ്യമില്ലാത്ത റെസ്ട്രിക്ഷൻസും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അഡ്വൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഗ്രീക്സിലോട്ട്, അതായത് നമ്മൾ ഗ്രീക്കിന്റെ കണക്ക് ഡാൻസ് കളിക്കണം അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല, അത് പ്രാക്ടിക്കൽ അല്ല, അതൊക്കെ അൺനെസറി ആണ്. പക്ഷേ ഫ്യൂച്ചർ ഡാൻസ് എന്ന് പറയുന്നത് ഒരു ഹൈലി റിലീജിയസ് ആർട്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് വെറുതെ കൊമേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയുള്ളൊരു കൊമേഴ്ഷ്യൽ ആർട്സ് ആയിട്ട് മാറും ബാലെ ഡാൻസ് എന്നാണ് ഇവർ പറയുന്നത്. അതായത് അതിൻ്റേതായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഡാൻസിനെ കാണാൻ. ഓക്കെ, പിന്നെ ഒരു ഐഡിയ, അതായത് സ്ത്രീകൾ ഒരു ഡാൻസർ ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു വുമൺ ഡാൻസർ എങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. വളരെ ഗ്രേറ്റസ്റ്റ് അല്ലെങ്കിൽ പ്യൂറസ്റ്റ് എക്സ്പ്രഷൻ ആയിരിക്കണം, ബോഡിയെ റിയലൈസ് ചെയ്യുക, അതിൻ്റെ ഹോളിനെസ് എന്താണെന്ന് മനസ്സിലാക്കുക, അതാണ് ഫ്രീഡം ഓഫ് വുമൺ എന്ന് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരാം. പിന്നെ ഇതിനകത്ത് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള എലിമെന്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഈ മോഡേൺ സ്കൂൾ ഓഫ് ബാലെ ഇവർ ക്രിറ്റിസൈസ് ചെയ്യുന്നതെന്നുള്ളത്. ആൻഡ് എഗെയിൻ അനദർ തിങ് ഇസ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ പോലെയും ചോദിക്കാം ഈ ഒരു എസ്സേ. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.